ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് റീഡിങ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കറണ്ട് ഫീലിങ്സിൻ്റെ ക്യാൻസറുടെ ലാസ്റ്റ് വീഡിയോ അതിന് കുറേ വ്യൂസ് കിട്ടി. അപ്പോൾ താങ്ക് യു സോ മച്ച് ക്യാൻസർ. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് ആണ് ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ഇപ്രാവശ്യം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ. ആൻഡ് ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ നോക്കുക. എന്നുവെച്ചാൽ എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താ ആവാൻ പോണേന്ന് നോക്കാൻ പോണേ. ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്തായിരിക്കും അതും നമ്മൾ എൻഡിലാണ് നോക്കുക. മുമ്പത്തെ മാതിരി തന്നെ ഈ വീഡിയോനെയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ റീഡിംഗ് നമ്മൾക്ക് തുടങ്ങാം. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് കാർഡ്. ക്വീൻ ഓഫ് കപ്സ് ആണ് ഇവിടെ സെക്കൻഡ് കാർഡ്. ആൻഡ് 7 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് വാൻഡ്സ്, 6 of cups, 9 of cups. നിങ്ങളുടെ ഓവറോൾ എനർജി പേജ് ഓഫ് വാൻഡ്സ്, ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 2 ഓഫ് വാൻഡ്സ്. അപ്പോൾ ക്യാൻസർ, ഇവിടെ ഞാൻ കാണുന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങൾ ഒരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും ഏജ് വൈസ് കുറവായിരിക്കും. ഓറെൽസ് അവരുടെ ബിഹേവിയർ ഒരു കുറച്ചൊരു ഇമ്മച്യോർ ബിഹേവിയർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ഒരു കാഷ്വൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സണിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഡീൽ ഉണ്ടാവുക. പക്ഷേ ഇതൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്ങിൻ്റെയും എനർജിയാണ്. ഇവിടെ കുറേ പാഷൻ ഉണ്ട് നിങ്ങളും ഈ പേഴ്സണിൻ്റെ അടുക്കെ. ആൻഡ് ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് ഇവിടെ. കുറേ ഒരു ന്യൂ സ്റ്റാർട്ടിൻ്റെ എനർജി ഇവിടെ ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഈ പേഴ്സണിൻ്റെ എനർജി 2 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി ക്രോസ് റോഡ്സിലാണ് ഈ സമയത്ത്. അവർ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിക്കണേ. അവർ ഇതുവരെ നിങ്ങളെക്കുറിച്ച് ഡിസിഷൻ എടുത്തിട്ടില്ല, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസിഷൻ എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ അവർക്ക് ഈ റിലേഷൻഷിപ്പിന് എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് അത് ഫിറ്റ് ആവുമോ, എങ്ങനെ അത് ശരിയാവുമോ ഇല്ലേ, അങ്ങനത്തെ കുറേ അവർ അനലൈസ് ചെയ്യണ എനർജിയിലാണ് ഇപ്പോൾ. അവർ അതിൻ്റെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാ ഉണ്ടാവുക അതാണ് അവർ ഓർക്കണേ, അതാണ് അവർ പ്ലാൻ ചെയ്യണേ. ഓക്കെ, അപ്പോൾ അവരുടെ മനസ്സിൽ അതൊക്കെയാണ് നടക്കണത്. അപ്പോൾ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് അഗൈൻ നിങ്ങളുടെ എനർജി. ഇത് അഗൈൻ ഒരു ഫയർ സൈൻ, കുറേ പാഷൻ്റെ എനർജിയാണ്, കുറേ ഒരു അട്രാക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങളുടെ സൈഡിൽ നിന്നും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും. ആൻഡ് നിങ്ങൾ ഈ പേഴ്സണെ കുറേ അഡ്മയറും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ എനർജി നിങ്ങളുടെ എനർജിക്കാട്ടിലും ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ ക്വീൻ ഓഫ് കപ്സ് ആണ്, അവരുടെ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ. ഈ പേഴ്സൻ്റെ എനർജിയിൽ 9 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളുടെ കൂടെ അവർ ഡീൽ ചെയ്യുമ്പോൾ അവർ കുറച്ചൊരു റിസർവ് ടൈപ്പാണ്. പറഞ്ഞാൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ കുറേ ഓപ്പൺ ആയിട്ടും ഫ്രീ ആയിട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സൺ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊരു അവർക്കൊരു പേടിയുണ്ട്. മേ ബി അവർ മുമ്പേയും റിലേഷൻഷിപ്സിൽ ഉണ്ടാവുമ്പോൾ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു പേടി, അത് ഈ റിലേഷൻഷിപ്പും അങ്ങനെ ഒരു ബ്രേക്കപ്പ് ആവുമോ, വർക്കൗട്ട് ചെയ്യാണ്ട് ആവുമോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഫിയേഴ്സ് ഉണ്ട് ഈ പേഴ്സൻ്റെ ഉള്ളിൽ. നിങ്ങൾ പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി കുറേ ഓപ്പൺ ആണ്, വൾനറബിൾ ആണ്, ഇമോഷണലി നിങ്ങൾ റെഡിയാണ് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ സൈഡിൽ ഞാൻ കുറേ ഒരു ഷെയറിങ്, കെയറിങ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജി 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു റീകണക്ഷൻ ഉണ്ട്. ഈ പേഴ്സൺ മുമ്പേ ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ മേ ബി ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. ഈ പേഴ്സണും നിങ്ങൾ മുമ്പേയും പറഞ്ഞാൽ ഈ പേഴ്സൺ ഒരു സ്ട്രേഞ്ചർ അല്ല, ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ രണ്ടാളും മുമ്പേ തൊട്ടിട്ട് തന്നെ ഇതർ ഫ്രണ്ട്സ് ആയിരുന്നു.
ഓർ എൽസ് എന്തോ ഒരു പാസ്റ്റ് കണക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇത് ചില സമയത്ത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനും ആവാം. ഇപ്പോൾ നിങ്ങൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് 7 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ബിഹേവിയർ കണ്ടിട്ട് നിങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. കുറച്ച് നിങ്ങൾക്കും കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സന്റെ എന്താണ് ലോങ് ടേം പ്ലാൻസ് എന്ന്. ഇവരെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യോ, അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ടോ, അങ്ങനെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്കില്ല. ഈ പേഴ്സൺ പക്ഷേ 9 ഓഫ് കപ്സിലാണ്. അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ആൻഡ് അവർക്ക് വേണ്ടിയിട്ട് ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റുമാണ്. അപ്പോൾ എന്താണ് ഈ കൺഫ്യൂഷൻ എന്ന് നമ്മൾക്ക് നോക്കാം. ഈ പേജ് ഓഫ് വോൺസ് നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ് 5 ഓഫ് വോൺസ്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പും കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. ഓരൽസ് ഇപ്പോഴും ഞാൻ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സന്റെ എനർജി കുറച്ചൊരു ഇമ്മെച്യൂർ ആണ്. അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും ഐഡിയാസ് മാച്ച് ചെയ്യുന്നുണ്ടാവില്ല. ഓരൽസ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ചെറിയ ചെറിയ കാര്യത്തിൽ. അപ്പൊ ഈ പേഴ്സന്റെ എനർജി 2 ഓഫ് വോൺസ് എന്തുകൊണ്ടാണ് അവർ ഒരു ടൈം ഔട്ട് എടുത്തിരിക്കണു എന്നുവെച്ചാ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെ രണ്ടാളുടെയും ഇടയ്ക്ക് റീസെന്റ് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ ഇവരും നിങ്ങൾ മേ ബി ഈ സമയത്ത് അങ്ങനെ അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഈ സെപ്പറേഷൻ്റെ ഇടയ്ക്കാണ് ഇവർ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കണം. എന്നുവെച്ചാൽ ഇത്രയും ഫൈറ്റ്സ് നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവുക വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ സർവൈവ് ചെയ്യുമെന്നാണ് ഈ പേഴ്സന്റെ വറി. ഇപ്പൊ ക്വീൻ ഓഫ് വോൺസ് നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ് ഡെവിൽ. അപ്പൊ ഇവിടെ ഒരു ഒബ്സെസീവ് എനർജി ഞാൻ കാണുന്നു. മേ ബി നിങ്ങളുടെ സൈഡിലായിരിക്കാം ഈ പേഴ്സണിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കുറെ ഒരു ഒബ്സെസീവ്ലി നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്ന് ഒരു വാശി മാതിരിയാണ് ഇത്. ഈ പേഴ്സന്റെ കൂടെ എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യണം എന്നൊരു വാശി ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് വെച്ചാൽ മേ ബി ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, വേറെ പേഴ്സന്റെ കൂടെ ഇൻവോൾവ് ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പൊ ഈ 9 ഓഫ് വോൺസ് ഇവിടെ എന്താണ് 8 ഓഫ് വോൺസ്. അപ്പോൾ ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പേഴ്സൺ ചിലപ്പോൾ കുറെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. അവർ ചില സമയത്ത് കുറെ പാഷൻ കാണിക്കും, പിന്നെ സഡൻലി അവർ സൈലന്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ് എക്സാക്ട്ലി നടക്കണതെന്ന്. നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഓപ്പൺ ആയിട്ട് എല്ലാം പറഞ്ഞിരിക്കണു. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ക്ലിയർ ആയി ഈ പേഴ്സണോട് ഓൾറെഡി എക്സ്പ്രസ് ചെയ്തിരിക്കണു. ഇവിടെ എംപ്രസ് ഉണ്ട്. ഈ എംപ്രസ് എന്താണ് 3 ഓഫ് വോൺസ്. അപ്പോൾ എവിടെയോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ പേഴ്സൺ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ ആണ് കാണുന്നത്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി നിങ്ങൾക്ക് വേണം ഈ പേഴ്സന്റെ കൂടെ. അങ്ങനത്തെ ഒരു സീരിയസ് എനർജിയിലാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യണു ഈ പേഴ്സൺ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും എന്ന് ഹോപ്പ് ചെയ്യണു. കിങ് ഓഫ് കപ്സ് ഈ പേഴ്സന്റെ സൈഡിലുണ്ട്. അപ്പോൾ ഈ പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യേണ്ട ഞാൻ ഒരു റീകൺസിലിയേഷൻ ഇവിടെ കാണുന്നുണ്ട്. അവർ ഡെഫിനറ്റ്ലി ആക്ഷൻ എടുത്ത് വരും നിങ്ങളുടെ ഡയറക്ഷനിൽ. അപ്പോൾ ഈ 7 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ചേഞ്ച് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, 4 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഉണ്ട് ആൻഡ് 6 ഓഫ് വോൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേടി വന്നിരിക്കണു, അത് ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ ആൾക്കാരുണ്ടോ, ഈ പേഴ്സൺ വേറെ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ടോ. അപ്പൊ ഞാൻ കുറച്ചൊരു ഹെസിറ്റൻസി ഇപ്പൊ നിങ്ങളുടെ സൈഡിലാണ് കാണുന്നത്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾ നിങ്ങൾ മുമ്പേ കുറെ പോസിറ്റീവ്ലി ആയിരുന്നു ഈ റിലേഷൻഷിപ്പിനെ നോക്കുന്നുണ്ടായിരുന്നെ. പക്ഷെ സഡൻലി ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേടി, അത് ഈ പേഴ്സൺ ഇപ്പോൾ വേറെ ആരുടെയും കൂടെ ഇൻവോൾവ് ആണോ, തേർഡ് പാർട്ടി ഉണ്ടാച്ചാലും ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരുമോ, അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. 9 ഓഫ് കപ്സ് ഈ പേഴ്സന്റെ സൈഡിൽ എന്താണ് 3 ഓഫ് കപ്സ്. ഈ പേഴ്സൺ ഇപ്പോൾ ഷുവർ ആണ് അവർക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഒരു ഫ്യൂച്ചർ വേണ്ടെന്ന്.
പക്ഷെ നിങ്ങളുടെ സൈഡ് അപ്ലിക്കും ചേഞ്ച് ആവണോ, നിങ്ങളുടെ സൈഡിൽ അപ്ലിക്കും ഒരു ഹെസിറ്റൻസി ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സന്റെ എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ? അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസൽ കൊണ്ടുവരും, ഇല്ലാച്ച ഒരു അവരുടെ ഫീലിങ്സ് ഒക്കെ ഓപ്പണായി എക്സ്പ്രസ് ചെയ്യാൻ വരും. ഹൈ പ്രീസ്റ്റസ് അവർ ഇപ്പോൾ ഇതുവരെ അവരുടെ ഫീലിങ്സ് ആക്ച്വലി ഓപ്പൺലി ഡിസ്കസ് ചെയ്തിട്ടില്ല നിങ്ങളുടെ കൂടെ. കുറേയൊക്കെ ഒരു സൈലന്റ് ഹിഡൻ സീക്രട്ടീവ് എനർജിയിലാണ് അവർ. പക്ഷെ ഇപ്പോൾ അവർ ഫ്യൂച്ചറിൽ അവരുടെ ഫീലിങ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും, ഡിസ്കസ് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം വേൾഡ് ആണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഞാനൊരു വലിയ ചേഞ്ച് കാണുന്നുണ്ട്. ഇതുവരെ അവർ കമ്മിറ്റ് ചെയ്യൂന്നില്ലാച്ച ആ കമ്മിറ്റ്മെന്റ് വരാൻ പോകുന്നുണ്ട്. പക്ഷെ അത് ഫ്യൂച്ചറിലാണ്. എന്നുവെച്ചാൽ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഒരു പുതിയ സൈക്കിൾ ബിഗിൻ ചെയ്യാൻ. ആൻഡ് ആ പുതിയ സൈക്കിൾ കുറെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. ഇത് ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മാതിരി ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. ഇവിടെ മാരേജിന്റെയും പൊട്ടൻഷ്യൽ ഉണ്ട് ഫ്യൂച്ചറിൽ. പക്ഷെ ഈ സെപ്പറേഷൻ ഈ സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യണത് ഒരു ടെമ്പററി സെപ്പറേഷൻ ആണ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് കുറെ ഫയർ സൈൻ ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ലീബ്ര, പൈസീസ്, വെർഗോ കാണാണ്ട് അക്വേറിയസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൈൻ. കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണം, ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും നിങ്ങളുടെ കൂടെ. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാ വാട്സാപ്പിൻ്റെ ഒരു ഐക്കൺ ഉണ്ട് എൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, വാട്സാപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. എൻ്റെ പ്രൊഫൈലിലും എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ കോൾ ഞാൻ എടുക്കാറില്ല, പക്ഷെ മെസ്സേജ് ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ വാട്സാപ്പ് ചെയ്താൽ മതി, എല്ലാം ഡീറ്റെയിൽസ് ഞാൻ അവിടെ അയച്ചു തരാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് ടൈമിൻ്റെ മാതിരി ഇപ്രാവശ്യം ഈ വീഡിയോനെ കുറേ ലൈക്സ് തരിക. അപ്പോൾ നെക്സ്റ്റ് ടൈം ആദ്യം നിങ്ങളുടെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ ലൈക്സ് ആണ് വെച്ചാൽ ഞാൻ നിങ്ങളുടെ റീഡിങ്ങിന് മുമ്പേ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യും. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.